ഹലോ മിഗൂസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് നമ്മുടെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ്, 5-ാം ദിവസം. ഇന്നും കൂടിയുള്ള ഉത്സവം. ഇന്ന് വൈകുന്നേരമാണ് പൂരവും കാവടിയും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇന്ന് ഞാൻ ലീവാണ്. അപ്പോൾ ദേ രാവിലെ ഒരു 6:45 ആയപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ പോവാണ്. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നല്ല തിരക്കാണ്, നമുക്ക് തൊടാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്ന് ബാക്കിയുള്ള ആനകൾ, 2 ആനകളും കൂടി ഇന്ന് വരും. അപ്പോൾ കുഞ്ഞിച്ചേട്ടനും വലിയച്ചേട്ടനും എണീറ്റിട്ടില്ല. ഇന്നലെ നമ്മൾ രാത്രി മുടിയേറ്റൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നപ്പോൾ അത്യാവശ്യം ലേറ്റായി, ഒരു 1:45-2 മണി അടുപ്പിച്ച്. അപ്പോൾ അവർ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ എന്നാലും പോയി തൊഴുതിട്ട് വരാം, ബാക്കി അവരെണിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി പോകാമല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് അടിച്ച് പൊളിക്കാം. അപ്പോൾ ആ ഒരു ഡേ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ദേ തൊഴുതൊക്കെ ഇറങ്ങി. ഈ നേരമായിട്ട് ഒട്ടും തിരക്കുണ്ടായില്ല കേട്ടോ, സുഖമായിട്ട് തൊഴാൻ പറ്റി. അങ്ങനെ തൊഴുതൊക്കെ വന്നപ്പോഴാണ്. അപ്പോൾ ദേ അവിടെ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു, നന്ദിലത്ത് ഗോവിന്ദ് കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ദേ നമ്മുടെ നന്ദുവിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. നന്ദു പിന്നെ തുടക്കം തൊട്ടേ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആളവിടെ ദേ ചെറിയ ഇളം വെയിലൊക്കെ കൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് കാണണമെങ്കിലും ഇത്രയും ദിവസം കൊണ്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിപ്പോയി. കുഞ്ഞിനായിട്ടും നല്ല ഇതായിട്ടാണ്. നമ്മുടെ അമ്പലത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതാണ് കേട്ടോ. ഇവിടെയാണ് ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ഞാനും കുഞ്ഞും കുറേ നേരം വന്നിരിക്കണം. പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ, അമ്പലമൊക്കെ നോക്കിയിരിക്കാനായിട്ടാണെങ്കിലും അടിപൊളി ഫീൽ. അപ്പോൾ അങ്ങനെ അമ്പലമൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് നമ്മൾ വേറൊരാളവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അതായത് നന്ദിലത്തെ ഗോപാലകൃഷ്ണൻ. കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ല, കുറേ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്നപ്പോൾ പിന്നെ ഞാൻ അയാളുടെ പുറകെ പോയി. അങ്ങനെ വരവേൽക്കാനായിട്ട് നമ്മൾ അമ്പലത്തിലേക്കൊക്കെ കൊണ്ടുവന്നേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രാവിലത്തെ സമയം ഒരു 9 മണി 10 മണിയൊക്കെ അടുപ്പിച്ചായിരുന്നു വന്നപ്പോഴേക്കും. അപ്പോൾ ഇന്നിപ്പോൾ 3 ആനയും വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും നമ്മുടെ നന്ദുവിൻ്റെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു 10-11 മണിയായപ്പോഴേക്കും 2 ചേട്ടന്മാരും കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞൻ വഴക്കിട്ട് നടക്കുക, കാരണം രാവിലെ ഞാൻ അമ്പലത്തിൽ പോകുന്ന നേരത്തെ അവനെ വിളിച്ചില്ല, മറ്റാനകൾ അവനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു, കാരണം ഉറക്കം മാറാണ്ടിട്ട് കഴിഞ്ഞാൽ ചെക്കൻ ആ ഒരു മൂഡ് ഉണ്ടാവില്ല. അപ്പോൾ ഉറക്കം മാറിയിട്ട് പിന്നെ ആൾ വൈബ് മൂഡാണ്. അപ്പോൾ ദേ വന്നപ്പോൾ 3 ആനയെ നിരന്ന് നിൽക്കായിരുന്നു. അപ്പോൾ കുറേ നേരം ആനേനെയൊക്കെ കണ്ടു. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ദിവസം. അപ്പോൾ ഇന്നാണ് ആനയോട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ദേ നമ്മുടെ പ്രസാദ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് ദിവസമായിരുന്നു, തിരക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനുള്ള ക്യൂവിൽ നിന്നു. അങ്ങനെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഞങ്ങൾക്ക് ക്യൂ കിട്ടിയിട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ദേ അച്ചായി കളമശ്ശേരി നിന്ന് വന്നു ആനകളൊക്കെ കാണാം. പക്ഷെ അച്ഛനും നന്ദുവിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടില്ല അന്ന്. അങ്ങനെ നന്ദുവിൻ്റെ പാപ്പനുണ്ണിയേട്ടനോട് ചോദിച്ച് നമ്മൾ എന്താ വാങ്ങിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തണ്ണിമത്തനൊന്നും വാങ്ങിക്കേണ്ട, ഫ്രൂട്ട്സ് വേണ്ട, അപ്പോൾ വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ പാപ്പയും മോനും കൂടി നന്ദുവിൻ്റെ അടുത്ത് വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിയേട്ടൻ പോയിട്ട് ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. രണ്ടുപേരുടെ പേര് ഉണ്ണിയേട്ടനാണ്. ആനയുടെ പാപ്പാൻ്റെ പേര് ഉണ്ണിയേട്ടൻ എന്നാണ്, നമ്മുടെ ഏട്ടൻ്റെ പേര് ഉണ്ണിയേട്ടൻ എന്നാണ്. അങ്ങനെ ബ്രെഡ് വാങ്ങിച്ചോളാൻ പറഞ്ഞു. നമ്മുടെ ഉണ്ണിയേട്ടൻ പോയി ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. നമ്മൾ അതേ നന്ദുവിന് ബ്രെഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളെ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ, കാരണം പൊട്ടൊക്കെ തൊടിയിപ്പിക്കണമെങ്കിലും പ്രത്യേക ഒരു ഐശ്വര്യമാണ് അവനെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ബ്രെഡൊക്കെ കൊടുത്തു. അത് നേരെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ദേ സന്ധ്യയായി കഴിഞ്ഞു. അപ്പോൾ ദേ നമ്മൾ വീട്ടിൽ നിന്ന് പൂരം കാണാൻ പോവാണ് വൈകുന്നേരം. പൂരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും ദിവസമില്ലാത്ത മഴ അന്ന് കറക്റ്റ് ആ പൂരത്തിൻ്റെ സമയത്ത് പെയ്തു. പക്ഷേ എന്നാലും ഉത്സവത്തിന് അത് യാതൊരു കാരണവശാലും ബാധിച്ചില്ല. കുറച്ച് നേരമൊക്കെ കയറി നിൽക്കേണ്ടി വന്നാലും മഴ മാറിയപ്പോൾ അപ്പം തന്നെ നല്ല അടിച്ചുപൊളിയായിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ മഴ പണ്ട് തൊട്ടേ ഇഷ്ടമാണ്, മഴയത്ത് ഇറങ്ങാൻ ഇഷ്ടമാണ്. അപ്പോൾ കാവടിയൊക്കെ ഒതുക്കിയായിരുന്നു കേട്ടോ മഴ പെയ്തപ്പോഴേക്കും. അപ്പോൾ കുഞ്ഞിനെ ഞാൻ തൊപ്പിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ മഴയായതുകൊണ്ട് എങ്ങനെ എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലാണ് ഞാൻ. പിന്നെ പതിയെ ആസ്വദിച്ച് ഞങ്ങൾ മഴയൊക്കെ കൊണ്ട് എല്ലാം കണ്ടു. കാരണം ചെറിയ മഴയൊക്കെ കൊണ്ടാൽ പനിയൊന്നും പിടിക്കില്ലല്ലോ. കുഞ്ഞിനെ ഞാൻ അത്യാവശ്യം ചെറിയ രീതിയിൽ മഴയൊക്കെ, നമ്മളൊന്നും നനയ്ക്കാണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര പ്രശ്നം. അപ്പോൾ ചെറിയ ചെറിയ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അവർ ആ ഒരു ഇതിനകത്തേക്ക് അങ്ങോട്ട് ഓക്കെ ആയിക്കോളും. അപ്പോൾ ദേ മഴയത്ത് ആനകളൊക്കെ തിടമ്പെടുത്ത് വേഗം അമ്പലത്തിലേക്ക് കയറുകയാണ്.
സാധാരണ നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് 5 ആനയാണ് വരാറ്. പക്ഷേ ഈ പ്രാവശ്യം 3 ഉള്ളൂ. കാരണം നമ്മളൊരു ദേവപ്രശ്നം വെച്ചപ്പോൾ കുറച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അതുമായി സാമ്പത്തികം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ 5 ആന മാറ്റി 3 ആനയാക്കി. അപ്പോൾ നമ്മുടെ നന്ദിലത്ത് ഗോവിന്ദ് കണ്ണനും അതേപോലെ തന്നെ ഗോപാലകൃഷ്ണനും പിന്നെ നമ്മുടെ ഗൗരി നന്ദനാണ് ഉണ്ടായിരുന്നത്. 3 ആനയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കുഞ്ഞിനന്ന് ഭയങ്കര തകർക്കലായിരുന്നു കേട്ടോ. മേളം ആൾക്ക് പണ്ടേ ഒരു വീക്ക്നെസ്സാണ്. പക്ഷേ ആൾ വേറെ ഒന്നും ശ്രദ്ധിക്കണില്ല. ആൾക്കാരുടെ ഇടയിൽ കൂടെ നടക്കുന്ന ഒന്നും നോക്കണില്ല. ആൾക്കാരുടെ ഇടയിലൊക്കെ പോയി തുള്ളുക. അപ്പോൾ പോണ ആൾക്കാർ കുറേ പേര് നോക്കി നിന്ന് ചിരിക്കുന്നുണ്ട്, കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്, കുറേ പേര് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ആളുടെ ആ ഒരു ലെവലിൽ അങ്ങനെ നടക്കുകയാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒന്നാമത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ ആൾ ഉള്ളിലേക്ക് കയറിപ്പോവും. പിന്നെ ഞാൻ തിരക്കില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി സ്പേസ് കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് തുള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും എതിരെ നിൽക്കാറില്ല. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആനനെ കാണിക്കാൻ കൊണ്ടുപോകാറുണ്ട്. ഈ ഒരു ഉത്സവ സീസൺ കഴിഞ്ഞാൽ പിന്നെ ഈ ആനനെ കാണാൻ ഭയങ്കര പാടമുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ അടുത്തൊക്കെ ഉത്സവം അറിയുകയാണെങ്കിൽ ആളെ കൊണ്ടുപോകാറുണ്ട്, മേളം കാണിക്കാറുണ്ട്. അപ്പോൾ ആൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സന്തോഷമാണ്. ഒരാഴ്ചത്തെ അതിൻ്റെ സ്റ്റോറി ടെല്ലലായിരിക്കും പിന്നെ വീട്ടിലിരുന്ന്. അത് ആരെ കണ്ടാലും, തൊട്ടടുത്തുള്ള ചേച്ചിയാണെങ്കിലും റോട്ടിലിറങ്ങി ആരെ കണ്ടാലും വർത്തമാനം പറഞ്ഞു തുടങ്ങി പിന്നെ പുള്ളിക്കാരൻ ഈ ഒരു ടോപ്പിക്കാണ് പിടുത്തം. ഇപ്പോൾ മഴ കാരണം കാവടികളൊക്കെ കയറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ കുഞ്ഞിച്ചക്കൻ പോയി ഒന്ന് കാവടിയൊക്കെ ഒന്ന് തൊട്ട് ഒന്ന് സംഭവം എന്താണെന്നൊക്കെ ഒന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ കാവടിയൊക്കെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്.
പരിപാടി വെറുതെ പൊളി വൈബായിരുന്നു. പൊളി വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടായില്ല. പക്ഷേ ഇതിൻ്റെ പേര് ഞാൻ മറന്നു, ഇവരുടെ ടീമിൻ്റെ ബ്ലൂ വെച്ചെന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക ഇവരുടെ ഈ ഒരു ടീമിൻ്റെ പേരെന്താണ്. അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ പരിപാടി. കുഞ്ഞുണ്ണ സത്യം പറഞ്ഞാൽ പിടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് ആ രാത്രി. ആള് ഭയങ്കര മൂഡോണായിരുന്നു. കാരണം പറഞ്ഞിട്ടില്ല, അമ്മാതിരി മേളായിരുന്നു. നമ്മൾ പോലും തുള്ളുണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മൾ പോലും തുള്ളിപ്പോയി. അപ്പോൾ പിന്നെ അവൻ്റെ കാര്യം പറയണ്ടല്ലോ. അമ്പലത്തിൻ്റെ ആണോ? അപ്പോൾ അതേ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങണയാണ്. അപ്പോൾ അതേ കുഞ്ഞിച്ചക്കൻ നമ്മൾ നന്ദുവിന് ടാറ്റയൊക്കെ കൊടുക്കാൻ പോവാണ്. കാരണം ഇനിയിപ്പോൾ ഇന്ന് വെളുപ്പിനൊക്കെ ആകുമ്പോഴത്തേനും പോകുമല്ലോ, രാത്രി കാലത്തിന് എന്തായാലും അപ്പോൾ അതേ വെളുപ്പിനുള്ള താലത്തിന് കുളിച്ച് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഏകദേശം 11:30 ആയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം പണിയായി കഴിഞ്ഞ് നേരെ കുളിച്ച് റെഡിയായി. കറക്റ്റ് 2 മണിയായപ്പോഴേക്കും ഞാൻ അമ്പലത്തിലെത്തിയിട്ടോ. അപ്പോൾ ദേ നമ്മുടെ താലമൊക്കെ റെഡിയാക്കി സെറ്റാക്കി ഞാൻ വെച്ചേക്കാണ്. ഇനി നമുക്ക് താലം എടുക്കാൻ പോവാം. കല്യാണം കഴിഞ്ഞ് ഇവിടെ 3 വർഷമായി വന്നിട്ട്, പക്ഷേ ഇതുവരെ അമ്പലത്തിലെ താലം എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല.
കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഈ കൊല്ലം ദേവി അത് സാധിച്ചു തന്നു. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ ആകെയുള്ളൊരു സങ്കടം എന്ന് പറയാനായിട്ടാണെങ്കിൽ ഉത്സവം തീർന്നു. ഇത്രയും ദിവസം 5 ദിവസവും അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉത്സവം തീർന്നപ്പോൾ ഇനി ഒരു വർഷം കാത്തിരിക്കണമല്ലോ ഇതേപോലെ ഒന്ന് അടിച്ച് പൊളിക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉത്സവം അടിപൊളിയായിട്ട് കഴിഞ്ഞു ഈ കൊല്ലത്തെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ കൂടെ നിൽക്കണം അതേപോലെ തന്നെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുക. പക്ഷേ സപ്പോർട്ട് മാത്രം പോരാ, ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരാം. എന്തായാലും ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സ് വഴി ഒന്ന് എനിക്ക് മെൻഷൻ ചെയ്യാം, ഇങ്ങനെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു തരണം. നിങ്ങളെൻ്റെ ഫാമിലി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു തന്ന ഓരോ കമൻറ്റും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.